അതിനെ ലിച്ചുവാക്കി മാറ്റിയ വിശുദ്ധ അൽഫോൻസ വിശുദ്ധിയിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിൽ എന്നും ഒരു വഴിവിളക്കാണ്. വിശുദ്ധ അൽഫോൻസാമ്മയുടെ ഹൃദയത്തിൽ തൊടുന്ന വാക്കുകൾ നമ്മയും വിശുദ്ധിയിലേക്ക് നയിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ സ്വന്തം എന്ന പോലെ എന്നോട് എന്തോ പ്രവർത്തിച്ചു കൊള്ളുക. ഞാൻ സകലത്തിന്റെ പുത്രയാണ്. സകലവോ രാഘവോ ആകുന്ന കല്ലുകൾ കൊണ്ടാണ് സ്വർഗത്തെ നമുക്കായി മാനതകൾ പണിയുന്നത്. നന്മയായിട്ടോ തിന്മയായിട്ടോ വിധിച്ചാൽ നമ്മെ വിട്ടെടുക്കുന്നത് എത്ര അൻപുള്ളതാവുന്നു. ഒന്ന് ഓർത്തു നമ്മൾ ദുഃഖിക്കേണ്ടതില്ല. കർത്താവ് പോയി നമ്മൾ കൂരണ്ടേ. ഞാൻ അപേക്ഷിച്ചാൽ പുഷ്ടികളെ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ വേദനകൾ നേരിടാൻ തയ്യാറായിരുന്നു കൊള്ളണം. ഈശോ അന്ന തിന്നമാ ഉച്ചിക്കുന്നത് എന്റെ നാവിന്റെ എന്നെ പട്ടിയാടും അറിയണ്ട. ഞാൻ നീചമായ കിമിയല്ലാതെ ഒന്നും. രാത്രിയിൽ ഉറക്കം കിട്ടാതെ വരുന്നത് നല്ലതാണ്. ആ സമയത്ത് ഉണർവോടെ സ്നേഹപ്രകടനം ചെയ്യാമല്ലോ. എനിക്ക് എല്ലാരോടും സ്നേഹമാണ്. ആരെയും നിർത്താൻ എനിക്കൊരിക്കലും കഴിയില്ല. ഞാൻ എന്ത് അപേക്ഷിച്ചാലും എന്റെ നല്ല ദൈവം ഒരിക്കൽ പോലും എന്റെ അപേക്ഷ സാധിച്ചു തരാതിരുന്നിട്ടില്ല. വെള്ളി ശുദ്ധമാക്കുന്ന പോലെ കർത്താവ് എന്നെ നോക്കിയിരിക്കുകയാണ്. സമയം കിട്ടുമ്പോഴെല്ലാം വിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ ഞാൻ ചെലവഴിക്കും. കൂടുതൽ പുസ്തകങ്ങൾ കിട്ടാൻ വേണ്ടി അഭ്യസിക്കാൻ പോകുകയാണ്. എന്റെ കർത്താവേ, എനിക്കൊന്നും സംഭവിക്കില്ലെന്ന് എനിക്കറിയാം. എന്റെ സ്നേഹിതനാണ് എല്ലാ കിരറ്റാണ്. ആർക്കും കൊണ്ടുപോകാൻ സാധിക്കും. അറിയാതെ നോമ്പ് നോക്കുക. അത് മനസ്സിന് ശക്തി പകരും. ചോദിച്ചതൊന്നും ഞാൻ തരാതിരുന്നിട്ടില്ല. പിന്നെ ഞാൻ ചോദിച്ചതൊന്നും നീ എനിക്ക് തരേണ്ടതല്ലേ. എന്നോട് കൂടി അയക്കുന്നേക്ക് ദൈവം എൻ്റെ രഹസ്യങ്ങൾ വാഴ്ത്തി കാക്കണു. കർത്താവ് എൻ്റെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ടാണല്ലോ എന്നെ ദുഃഖിപ്പിക്കുന്നത് എന്നൊരാശ്വാസം എൻ്റെ കാഴ്ചപ്പാട് വന്നാലും ഞാൻ ആവിധാത്തിൽ പാടില്ല. എന്നെ പോലെ കർത്താവ് എന്നെ വാങ്ങി തന്നെ പോവും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇതിൽ വാക്ക് പറയാതിരിക്കാൻ ശ്രമിക്കുന്നതാണ്. കഴിയുമെങ്കിൽ ഒരു നല്ല വാക്ക് പറയാൻ. എല്ലാവരും ഒരുപോലെയാണ്, വ്യത്യാസമില്ല. എന്നാൽ കഷ്ടതകൾ നേരിടുമ്പോൾ സകലത്തിനുള്ള അവസരം ഉണ്ടാകുമ്പോൾ നല്ലവൻ ആരെന്ന് തിരിച്ചറിയപ്പെടുന്നു. സുഖം കിട്ടുവാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിന്റെ തിരുമനസ് പോലെ വരുവാനാണ് ആഗ്രഹിക്കുന്നത്. മറ്റൊന്നും എനിക്ക് വേണ്ട.